ഓ മൈ ബേബി സുന്ദരനായിട്ടുണ്ട്. ഏത് ഡ്രസ് ഇട്ടാലും എന്റെ കുട്ടൂസ് സുന്ദരനാണല്ലോ. ഹാൻസം ആണെന്നൊക്കെ നോക്കിയിട്ട് എന്താ കാര്യം? എത്ര വളർന്നാലും അമ്മയെ കെട്ടിപ്പിടിച്ച് നടക്കുന്ന ഒരു കൊച്ചു കുഞ്ഞു വാവല്ലേ നീ? ഓരോരുത്തർക്ക് ഇവിടെ 10-12 വയസ്സായിട്ടും കിടക്കേമുള്ളി കഥയൊക്കെ എനിക്കറിയാവേ. അല്ലേ മമ്മി? അമ്മ എന്നെ കളിയാക്കുന്നു. ഇത് മിണ്ടാതിരിയടാ, അവൻ സത്യം പറഞ്ഞല്ലേ. എന്റെ കുട്ടസി, ഇത്രയും ഭംഗി ഒരുങ്ങി നിക്കാൻ വേണ്ടി നീ വല്ല പെമ്പിള്ളാരും കണ്ടുവച്ചിട്ടുണ്ടോ? എന്താ അമ്മ ഇത്? നമ്മുടെ കുട്ടസി ചെറിയ കുട്ടിയല്ലേ, അവന്റെ അടുത്ത് ഇമാതിരി ചോദ്യങ്ങളൊക്കെ എന്തിനാ ചോദിക്കുന്നേ? അത് ശരിയാണല്ലോ, കൊച്ചു കുട്ടായി അവന്റെ അടുത്താണോ ഇമാതിരി ചോദ്യങ്ങൾ ചോദിക്കണേ? കൊച്ചുകുട്ടിയാണെങ്കിലും അവനെന്റെ ജങ്കൂക്കിന്റെ മോനല്ലേ. എന്റെ മോൻ എന്തൊക്കെ ചെയ്ത് കൂട്ടെന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതിനെക്കാട്ടി അപ്പുറമായിരിക്കും അവന്റെ ഈ വിത്ത്. ആ, നീ പറഞ്ഞതും ശരിയാണല്ലോ. ഓഹോ, ശരിയാണോ? അമ്മ പറഞ്ഞപ്പോഴും ശരി, എന്റെ ഭാര്യ പറഞ്ഞപ്പോഴും ശരിയല്ലേ? രണ്ട് തോണിയിൽ ഒരുമിച്ച് കാലി വെക്കാതെ അച്ഛൻ സത്യം പറ, എനിക്കിട്ട് പണിയാതെ ഏതാതിലും ശരിക്കും ശരി? രണ്ടും ശരിയാണേടാ. അവള് പറഞ്ഞ പോലെ അതൊരു കുഞ്ഞു കുട്ടിയാ. പക്ഷേ നിന്റെ അമ്മ പറഞ്ഞ പോലെ നിന്റെ സ്വഭാവം നിന്റെ മോന് കിട്ടിയില്ലെങ്കില് അത്ഭുതം. എടാ, നീ ചെറുപ്പത്തിൽ കാട്ടിക്കുട്ടിയാണെന്ന് ഞാൻ അനുഭവിച്ചതിന് കയ്യും കണക്കില്ല. ഞാൻ അവിടെ ഇതൊക്കെ പറയട്ടെ? ഈ അച്ഛന്റെ ഒരു കാര്യം ചുമ്മാ അച്ഛാ, ഇതിന് മാത്രം ഞാൻ എന്താ പറഞ്ഞത്? നമ്മള് തമ്മിലൊക്കെ ഇങ്ങനെ വേണോ? എന്ത് കാര്യം ഉണ്ടെന്നാ? എന്റെ അച്ഛനെ ഞാൻ പൊന്നുപോലെ സ്നേഹിക്കുന്നില്ലേ? അച്ഛൻ എന്നെയും വെറുതെ എന്തിനാ ഓരോന്നൊക്കെ ആവശ്യമില്ലാത്ത പഴയ കാര്യങ്ങളൊക്കെ എടുത്തിരുന്നേ? അയ്യടാ, കുട്ടൂസിനല്ലാതെ അച്ഛൻ ആരോടെ കഥ പറയുന്നേ? കുട്ടൂസേ, കുട്ടൂസിന്റെ പുന്നാര ഡാഡി ഉണ്ടല്ലോ, അച്ഛന്റെ അച്ഛമ്മയുടെ നടുക്കി കിടക്കും. അച്ഛനെ ഒട്ടി കിടക്കും, ഒട്ടും വിട്ട് കിടക്കത്തില്ല. 5 വയസ്സൊക്കെ ആയപ്പോ ഞങ്ങൾ അവനെ മാറ്റി കിടത്താൻ തുടങ്ങി. അങ്ങനെ ഇരിക്കും ഒരു ദിവസം രാത്രി ഈ നേരത്താരാ? അമ്മയുടെ ചേക്കിക്കുട്ടി എന്താ ഇവിടെ? അമ്മ, ചേക്കിക്കുട്ടിക്ക് പേടിയാവുന്നത് അഞ്ചു കേൾക്കാൻ. ഞാൻ അമ്മയുടെ ഒപ്പം കിടക്കുന്നല്ലോ. എന്താ വാവേ ഇത്? പേടിയാവുന്നുണ്ടെങ്കിൽ നല്ല നാമം ജപിച്ച് കിടന്നാ മതി. ഒറ്റയ്ക്ക് കിടന്നാലല്ലേ അമ്മയുടെ കുട്ടി ഇൻഡിപെൻഡ് ആവത്തുള്ളൂ. അപ്പൊ അച്ഛൻ എന്താ ഇൻഡിപെൻഡ് ആവണ്ടേ? അച്ഛൻ എന്തിനാ അപ്പൊ അമ്മയുടെ കൂടെ കിടക്കുന്നത്? ഞാനും കിടക്കും. എനിക്ക് ഒറ്റയ്ക്ക് കിടക്കണ്ട, എനിക്ക് അമ്മയുടെ കൂടെ കിടന്നാ മതി. ഇവൻ ഉറങ്ങത്തില്ല, മറ്റുള്ളവർ ഉറക്കത്തില്ലേ? എടി പെൺകുട്ടി, മര്യാദയ്ക്ക് പോയി കിടന്ന് ഉറങ്ങടാ. ഞാൻ ഇൻഡിപെൻഡ് ഒക്കെ തന്നെയാ. ഞാൻ അന്നാതെ എന്റെ അമ്മയുടെ ഒപ്പല്ല കിടക്കുന്നത്. ഞാൻ താലി കെട്ടി എന്റെ ഭാര്യയുടെ ഒപ്പാ. നീ പോയി കിടന്ന് ഉറങ്ങും. അച്ഛന് ജങ്കുക്ക് ഇഷ്ടല്ല, എപ്പോഴും അമ്മയുടെ അടുത്ത് വരാൻ പോലും സമ്മതിക്കില്ല. ജങ്കുക്ക് ഇൻഡിപെൻഡ് ആവണമെങ്കിൽ അമ്മയുടെ കൂടെ കിടക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ അച്ഛൻ കിടക്കുന്ന പോലെ എന്റെ കല്യാണം നടത്തിട്ടാ ഞാൻ എന്റെ ഭാര്യയുടെ ഒപ്പം കിടന്നോളാം, എന്നിട്ട് ഇൻഡിപെൻഡ് ആയിക്കോളാം. ചെങ്കു, വെറുതെയല്ല, നിന്റെ ഫോനും ഇങ്ങനെയാ പോയെ. മൊത്തം കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ. എന്ത് പറഞ്ഞാലും എല്ലാം ഇപ്പോഴും ഈ മത്തം കുത്തിയ കുമ്പളം മുളക്കില്ലെന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന എന്തിനാ? അവൻ എന്ത് ചെയ്താലും അത് എന്റെ തലയിൽ തന്നെ വരുന്നത്. ഓക്കെ, ഞാൻ തന്നെ എല്ലാത്തിനും കാരണം. ഞാൻ എല്ലാം സമ്മതിച്ചിരിക്കുന്നു. മതിയില്ല എല്ലാവർക്കും. എന്താ മോനെ, അച്ഛൻ സത്യം പറഞ്ഞല്ലേ? നല്ല ചായ. അച്ഛാ, അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ എനിക്കും കുറെ ഇതുപോലത്തെ സത്യങ്ങൾ ഇങ്ങനെ കേൾക്കായിരുന്നു. ഒരു സത്യമായി വന്നിരിക്കുന്നു. അച്ഛൻ എന്നെ നാട്ടിച്ചിട്ട് സമാധാനാവുന്നില്ലേ? നിങ്ങളൊന്ന് ചിരിക്കല് നിർത്തുന്നുണ്ടോ? ആ ചെറുക്കിനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട. അവൻ ഇപ്പോഴും ചെറിയ ചെക്കിലൊന്നല്ല. സ്റ്റാർട്ട് ചെയ്തതിന് നീയല്ലേ, എന്നിട്ടിപ്പോ എന്നെ പറയുന്നു?
അച്ഛനമ്മ നിർത്തുന്നുണ്ടോ? ഇനി നിങ്ങൾ തമ്മിൽ തുടങ്ങാതെ. എനിക്കൊരു ഐഡിയ തോന്നാ. ഞാൻ ഇൻഡിപെൻഡന്റ് ആവാൻ വേണ്ടിട്ടേ താൻ അറിഞ്ഞ് പറഞ്ഞ ഐഡിയ ഇല്ലേ? എന്നെയും കൂടി പെണ്ണ് കെട്ടിച്ചേക്ക്. അപ്പൊ ഞാൻ എന്റെ ഭാര്യയുടെ പങ്കെടുത്ത് ഞാൻ ഇൻഡിപെൻഡന്റ് ആവും. അപ്പൊ അമ്മയും അമ്മയുടെ ഡാഡിയുടെ പുറകെ ഞാൻ വരത്തില്ലല്ലോ. ഞാനാണെങ്കിൽ ഓൾറെഡി ഒരു പെൺകൊച്ചിനെ നോക്കി വെച്ചിട്ടുണ്ടല്ലോ അമ്മയെ പോലുള്ളത്. അവിടെ പോയി പെണ്ണ് ചോദിച്ചാൽ ഈ സുന്ദരമായ കുട്ടിക്ക് ഒരു വേം പെണ്ണ് തരത്തില്ലേ? എന്ത് ബെസ്റ്റ്. നന്നായി, പെട്ടെന്ന് തന്നെ മുഹൂർത്തം കുറിപ്പിച്ചോ. പെൺകൊച്ചിന് വലത്ത് കാലം വെച്ച് കേട്ടാനുള്ളതല്ലേ? താലപ്പൊലിയും അതുപോലെ തന്നെ വിളക്കും കരുതിക്കോ അമ്മേ. ചെങ്കു, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അച്ഛനമ്മയുടെ സ്വഭാവമൊക്കെ എന്തായാലും കിട്ടും. പക്ഷേ അച്ഛന്റെ സ്വഭാവം മൊത്തത്തിൽ കിട്ടിയ മോനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നീ കാരണം ഇവൻ ഇങ്ങനെയാവുന്നത്. അതിന് ഞാൻ എന്ത് ചെയ്തിട്ടാ? എന്തല്ല എന്റെ അടുത്ത് കുട്ടൂസേ. ലവ് യു ഡാഡാ. ഞാൻ ഡാഡയുടെ ഗുഡ് ബോയ് അല്ലേ? ഡാഡി എന്ത് ചെയ്യുന്നു അതുപോലെ ഞാനും ചെയ്യും.